കഴിഞ്ഞ വർഷം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു കുട്ടി സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് വള്ളത്തിൽ പോരുമ്പോൾ ബോട്ട് വന്നിടിച്ചിട്ട് വെള്ളത്തിൽ പോയി മരിച്ച്. അപ്പോൾ അങ്ങനത്തെ പ്രദേശങ്ങൾ ഇന്ന് നമുക്ക് വേണോ? അതിന് മാറ്റമുണ്ടാവണ്ടേ? കുമരകം പഞ്ചായത്ത്, തിരുവാർപ്പ് പഞ്ചായത്ത്, ആർപ്പൂക്കര പഞ്ചായത്ത്, ഇവിടെയൊക്കെ എല്ലാ സ്ഥലങ്ങളെയും കണക്ട് ചെയ്യുന്ന റോഡുകൾ നമുക്ക് വേണ്ടേ? അയ്മനം പഞ്ചായത്ത് CPM ഭരിച്ചിരുന്ന പഞ്ചായത്താണ്. അവിടുത്തെ MLA എന്ന് പറയുന്നത് മന്ത്രി, കേരളത്തിൻ്റെ മന്ത്രിയാണ്, VN വാസവനാണ്. ഇപ്പോൾ ആ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് BJP ആണ്, അയ്മനം ഗ്രാമപഞ്ചായത്ത്. അവിടെ ഒരു പ്രാപ്പുഴ പാലമുണ്ട്, വർഷങ്ങളായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യമാണ്. ആ ഒരു ചെറിയ ഒരു പാലം, 2 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു ചെറിയ പാലമില്ലാത്തതിൻ്റെ പേരിൽ കുട്ടികളെ സ്കൂളിൽ വിടുമ്പോഴുള്ള ഭീതി, ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ അനുഭവിക്കുന്നത്. അവർ കാലാകാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് BJP മുന്നോട്ട് വെച്ചത് ആ പാലം യാഥാർത്ഥ്യമാക്കും. 3 മാസം മിനിങ്ങാന്ന് ബഹുമാനപ്പെട്ട PT ഉഷ MPയുടെ കത്ത് വന്നിരിക്കുന്നു. ആ പാലം യാഥാർത്ഥ്യമാക്കാനുള്ള നടപടി മാഡത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പറയുന്നു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ. അതായത് 2 ദിവസം മുമ്പ് രാജീവേട്ടൻ വൈക്കത്ത് വരുമ്പോൾ അവിടുന്ന് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ, പാർട്ടിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വന്ന് കണ്ടു. ഞങ്ങൾ നിവേദനം കൊടുക്കുന്നു, തലേ ദിവസം കൊടുക്കുന്നു. പിറ്റേ ദിവസം രാവിലെ രാജീവേട്ടൻ്റെ മെസ്സേജ് എനിക്ക് വരുവാണ്, അത് യാഥാർത്ഥ്യമായിരിക്കുന്നു, MP അത് ഏറ്റെടുത്തിരിക്കുന്നു. 3 മാസം കൊണ്ട് BJP നടപ്പിലാക്കി. ഇതുപോലെ തന്നെ നമ്മൾ കോട്ടയത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇന്നും കുടിവെള്ളം എത്താത്ത പ്രദേശങ്ങൾ കോട്ടയം മുനിസിപ്പാലിറ്റിക്കകത്തുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ അമൃത് പദ്ധതിയുണ്ട്, കോടിക്കണക്കിന് രൂപയാണ് കൊടുക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസിൻ്റെ MLA ഉള്ള കോട്ടയം നിയോജക മണ്ഡലത്തിൽ അവർക്ക് കുടിവെള്ളം എത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ 15 വർഷക്കാലത്തെ MLA എന്ത് പ്രവർത്തനമാണ് നടത്തിയത്? കോട്ടയം മുനിസിപ്പാലിറ്റി ആയ സമയം മുതൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയിൽ അവർക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇനിയൊരു 5 കൊല്ലം കൂടെ കിട്ടിയാൽ എന്ത് നടപ്പിലാക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്.